ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി അല്ലേ? നെജ്റാനിലേക്ക് ഇന്നലെ വന്നതാണ് ഞാൻ. കമ്മീസിലെ പോലെയല്ല, നെജ്റാനിലെ കാലാവസ്ഥ നല്ല ചൂടായിരുന്നു. ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ കയറിയത് പാകിസ്ഥാൻ ഹോട്ടലിലാണ്. യുദ്ധം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ പാകിസ്ഥാൻ ഹോട്ടലിൽ കയറുന്നത്. അവിടെ നിന്ന് ഒരു ഷവായും കഴിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. റെഡിമെയ്ഡ് ഷൂസ്, ട്രോളി ബാഗ്, സേഫ്റ്റി ഷൂസ് എന്നീ ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും സൗദി അറേബ്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്ത് തരാം. ഇന്ന് നമുക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യാനും സെയിൽ ചെയ്യാനുള്ളത് ഫൈസലിയിലുള്ള ലുലുലാണ്. യൂസുഫാക്കാന്റെ ലുലു അല്ല, യൂനുസാക്കാന്റെ അനസാക്കാന്റെ ലുലുലാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ ഈ മുതലാണ് സജ്ജാദ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുതൽ, യൂസുഫാക്കാന്റെ ഒപ്പം നിൽക്കുന്ന മുതൽ. അങ്ങനെ നമ്മളെ കമ്പനിയുടെ സാധനങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്തതിനു ശേഷം എനിക്കൊരു സ്പ്രേ ആവശ്യമുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല കമ്പനിയുടെ സ്പ്രേ സജ്ജാദ് ഭായി കാണിച്ചു തന്നു. ബ്ലൂ അഹമ്മദും ജൂതും അങ്ങനെ ഒരുപാട് ബ്രാൻഡ് അതിലുണ്ടായിരുന്നു. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഇതിന്റെ സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറച്ചൊക്കെ നേരം സ്പ്രേ ട്രൈ ചെയ്തതിനു ശേഷം വേറൊരു സാധനം സജ്ജാദ് ഭായി എടുത്തു തന്നു. അതിന്റെ പാക്കിംഗ് ആണ് അതിന് പ്രത്യേക ഭംഗിയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റിംഗ് ചെയ്യുന്ന സജ്ജാദ് ഭായി പറഞ്ഞു. ഈ സ്പ്രേന്റെ പേരാണ് മർജ്. സൗദിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സ്പ്രേയെ കുറിച്ച് അറിയാമായിരിക്കും. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലട്ടോ, സാധനം അടിപൊളിയായതുകൊണ്ട് നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു. അഫോർഡായ പ്രൈസിൽ ഈ സാധനം ലുലുവിൽ അവൈലബിൾ ആട്ടോ. അപ്പൊ തന്നെ നമ്മളെ വേറെ ചങ്ക് ഷെഫീക്ക് ചായ ആയിട്ട് വന്നു. അവൻ കല്യാണം നോക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തെന്ന് പ്രത്യേകം താക്കീത് തന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നോക്കി കുറച്ച് കടല കഴിക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് കടല എനിക്ക് കൊടുന്നു. നല്ലൊരു വ്യക്തി, പടച്ചോൻ സാലിയാതായ ഒരു ഭാരതത്തിന് കൊടുക്കട്ടെ, ആമീൻ. അങ്ങനെ ഇന്നത്തെ എന്റെ സെയിലും കളക്ഷനും ഡെലിവറി കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രി 12 മണിയായിരുന്നു. ശേഷം ഞങ്ങൾ നെജ്റാനിലുള്ള 5 റിയാലിന്റെ ഒരു ഷോപ്പിലേക്ക് പോയി. വേറെ ആരും കൂടെയല്ല, മൻസൂർ, റൌഫ്, ഷെഫീഖ്, മിസബ് ഇവരൊക്കെ ആയിരുന്നു. ഒപ്പം ഷെഫീഖ് ഏകദേശം ഇൻഷാല്ലാ ആഗസ്റ്റൊക്കെ ആയിട്ട് നാട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന്റെ പർച്ചേസിന് ഇറങ്ങിയതാണ് ഞങ്ങൾ. വലിയ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം അഫോർഡ് ആയിട്ടുള്ള പ്രൈസിൽ ഈ സാധനങ്ങളെല്ലാം ഇവിടുന്ന് ലഭിക്കും. ഞാനൊക്കെ ഞാൻ നാട്ടിൽ പോകുന്നുള്ള ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അങ്ങനെ അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രി 1 മണി കഴിഞ്ഞിരുന്നു. ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മലയാളി റെസ്റ്റോറന്റിലേക്ക് മൻസൂർ കോൾ ചെയ്തു. അവർ ഷോപ്പ് ഏകദേശം ക്ലോസ് ചെയ്തിരുന്നു. എങ്കിലും മൻസൂറിന്റെ പിടിപാട് കൊണ്ട് മാത്രം ഞങ്ങൾക്കായിട്ട് കുറച്ച് ഫുഡ് അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.